ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ബാലരോഗ വിഭാഗം മേധാവി ഡോക്ടർ മിനി എസ് മുരളീധർ. മുലയൂട്ടൽ പ്രാധാന്യവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. മുലപ്പാൽ പ്രകൃതിസിദ്ധമായ ആഹാരമാണ്. ഇത് കുഞ്ഞിന്റെ അവകാശം കൂടിയാണ്. ശിശുവിന്റെ സ്വാഭാവികമായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഏറ്റവും ശ്രേഷ്ഠമായ ആഹാരം മുലപ്പാൽ തന്നെയാണ്. പ്രസവശേഷം ആദ്യത്തെ 72 മണിക്കൂർ സ്രവിക്കുന്ന നേർത്ത ഇളം മഞ്ഞ നിറത്തിലുള്ള പാലാണ് കൊളസ്ട്രം അഥവാ പീയൂഷം. കുഞ്ഞിനെ ഇത് ദഹിക്കുവാൻ എളുപ്പമാണ്. ആദ്യ വിസർജ്യം എളുപ്പമാക്കാൻ സഹായിക്കുന്നു. കൂടാതെ അണുബാധയെ ചെറുക്കാനും ഇത് സഹായിക്കുന്നു. 3 ദിവസം കഴിയുമ്പോൾ കുഞ്ഞ് പാൽ വലിച്ചു കുടിക്കാൻ തുടങ്ങുകയും കട്ടിയുള്ള പാൽ വന്നു തുടങ്ങുകയും ചെയ്യും. മുലപ്പാലിൽ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻ, കൊഴുപ്പ്, അന്നജം, ധാതുക്കൾ, പോഷകങ്ങൾ, ആന്റിബോഡീസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നു. കുഞ്ഞിന്റെ അപക്വമായ ദഹനവ്യൂഹത്തിന് പറ്റിയ ഭക്ഷണം ഇതുമാത്രമാണ്. മുലപ്പാൽ ശരിയായി ലഭിക്കുന്ന കുഞ്ഞിന് ഉദരസംബന്ധവും ശ്വസന സംബന്ധവുമായ അണുബാധകളും കർണരോഗങ്ങളും മറ്റു അണുബാധകളും ഉണ്ടാകാനുള്ള സാധ്യത തുലവും കുറവാണ്. അലർജി, ആസ്മ എന്നിവയ്ക്കുള്ള സാധ്യതയും വിരളം. ശരീര വളർച്ചയേക്കാൾ ഉപരി ബുദ്ധിവികാസമാണ് മുലപ്പാൽ കൊണ്ട് സാധ്യമാകുന്നത്. ചില ഘടകങ്ങൾ വളരെ കുറവായ അളവിൽ മാത്രമേ മുലപ്പാലിൽ അടങ്ങിയിട്ടുള്ളൂ എങ്കിലും അവയുടെ ബയോ അവൈലബിലിറ്റി, അതായത് ജൈവ ലഭ്യത, ഉദാഹരണത്തിന് ഇരുമ്പിന്റെ കൂടുതലായതിനാൽ അവ മുഴുവൻ കുഞ്ഞിന് പ്രയോജനപ്പെടുന്നതാണ്. 6 മാസം വരെ മുലപ്പാൽ തന്നെ മതിയാകും. ക്രമേണ കട്ടിയാഹാരങ്ങൾ കൊടുത്തു തുടങ്ങാം. അമ്മ കഴിക്കുന്ന ആഹാരത്തിന്റെ സാരമാണ് മുലപ്പാൽ. രോഗങ്ങളെ പ്രതിരോധിക്കുന്ന ആന്റിബോഡികൾ പല രോഗങ്ങളിൽ നിന്നും കുട്ടിയെ രക്ഷിക്കുന്നു. മുലയൂട്ടൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധം ഊട്ടിയുറപ്പിക്കുന്നു. നന്നായി മുലയൂട്ടുന്ന അമ്മമാർക്ക് സ്തനാർബുദ സാധ്യത കുറവാണ്. മുലയൂട്ടൽ പ്രകൃതിദത്തമായ ഗർഭധാരണ ഉപാധി കൂടിയാണ്. ഗർഭാശയ പേശികളെ സങ്കോചിപ്പിച്ചുകൊണ്ട് ഗർഭാശയം പൂർവ്വരൂപത്തിലും സ്ഥിതിയിലും ആയിത്തീരാൻ മുലയൂട്ടൽ സഹായിക്കുന്നു. കുഞ്ഞിന്റെ ശരീരം അമ്മയ്ക്ക് അഭിമുഖമായി വെച്ച് തലയ്ക്കും കഴുത്തിനും താങ്ങ് നൽകി കഴിയുന്നത്ര അമ്മയുടെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് വേണം മുലയൂട്ടുവാൻ. മുലയൂട്ടുന്നതിന് മുൻപ് സ്തനങ്ങളും കൈയും വൃത്തിയായി കഴുകുക. കുഞ്ഞ് വായ നല്ലതുപോലെ തുറന്ന് താഴത്തെ ചുണ്ട് താഴേക്ക് വിടർത്തി കീഴ്ത്താടി സ്തനങ്ങളിൽ അമർത്തി മുലക്കണ്ണും ചുറ്റുമുള്ള ഇരുണ്ട ഭാഗവും ചേർത്ത് വലിച്ചു കുടിക്കുന്നുവെന്ന് ഉറപ്പാക്കണം. ഓരോ തവണ മുലയൂട്ടിയ ശേഷവും കുഞ്ഞിനെ കുത്തനെ തോളിൽ കിടത്തി മുതുകിൽ പതിയെ തട്ടി അകത്തായ വായുവിനെ പുറത്തു കളയണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വായു ഉള്ളിൽ ചെന്ന് ഉണ്ടായേക്കാവുന്ന പാൽത്തികട്ടൽ, വയറുവേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാൻ സാധിക്കും. മുലപ്പാൽ കുടിച്ച ശേഷം കുട്ടി 2 മുതൽ 4 മണിക്കൂർ നേരം സുഖമായി ഉറങ്ങുക, പ്രായത്തിനനുസരിച്ച് തൂക്കം വയ്ക്കുക, മലമൂത്രങ്ങൾ സുഖമായി പോവുക തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ കുഞ്ഞിന് ആവശ്യമായ പാൽ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാം. ആദ്യം പാൽ കൊടുക്കുന്ന സമയത്ത് കുട്ടിക്ക് ആവശ്യമുള്ളപ്പോൾ പാൽ കൊടുക്കുക എന്നതാണ് അഭികാമ്യം. ക്രമേണ ഒരു ടൈം ടേബിൾ രൂപപ്പെടുത്തിയെടുത്താൽ മതിയാകും. 6 മാസം വരെ മുലപ്പാൽ മാത്രം, ശേഷം 2 വയസ്സ് വരെ മറ്റാഹാരത്തോടൊപ്പം മുലപ്പാൽ കൊടുക്കാം. ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ മുലപ്പാൽ കൈകൊണ്ടോ ബ്രസ്റ്റ് പമ്പ് കൊണ്ടോ എടുത്ത് സാധാരണ കാലാവസ്ഥയിൽ 2 മുതൽ 6 മണിക്കൂർ വരെ സൂക്ഷിച്ചു വെച്ച് കുഞ്ഞിന് നൽകാം. നല്ല അടപ്പോടുകൂടിയ അണുവിമുക്തമായ ചില്ലുകുപ്പിയിൽ വേണം പാൽ സൂക്ഷിച്ചു വെക്കുവാൻ. മുലപ്പാലിന് തുല്യമായി മറ്റൊന്നും തന്നെ ഇല്ലെങ്കിലും അമ്മയ്ക്ക് പാൽ കുറയുകയോ ഇല്ലാതെ വരികയോ മുലപ്പാൽ കൊടുക്കുവാൻ സാധിക്കാത്ത മറ്റു രോഗാവസ്ഥയിലോ ആട്ടിൻപാലോ അല്ലെങ്കിൽ പശുവിൻ പാൽ, ഓരിലവേര് അല്ലെങ്കിൽ ചെറുപഞ്ചമൂലം ചേർത്ത് തിളപ്പിച്ച് കാച്ചിയരിച്ച് കൊടുക്കുവാൻ ആയുർവേദം അനുശാസിക്കുന്നു. മാതാവിന് നൽകുന്ന ഔഷധങ്ങൾ മുലപ്പാലിലൂടെ ശരീരത്തിലും എത്തപ്പെടാം എന്നതിനാൽ പ്രസവാനന്തരം അമ്മമാർ കഴിക്കുന്ന ഏതു മരുന്നും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചായിരിക്കണം. അമ്മമാർ പച്ചക്കറികൾ, പഴങ്ങൾ, ഇലവർഗ്ഗങ്ങൾ, അന്നജമടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ ധാരാളം കഴിക്കണം. മത്സ്യം, മാംസം, പയറുവർഗ്ഗങ്ങൾ ഇവയും ആഹാരത്തിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കണം. ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും.